തമിഴ്നാട് ഗവർണർ വിദ്യാസാഗർ റാവുവുമായുള്ള ശശികലയുടെ കൂടിക്കാഴ്ച അല്പം മുൻപ് അവസാനിച്ചു. പിന്തുണയ്ക്കുന്ന എംഎൽഎമാരുടെ പേരുകൾ ഗവർണർക്ക് ശശികല കൈമാറി. ഭരിക്കാൻ ഭൂരിപക്ഷമുണ്ടെന്ന് ശശികല അവകാശപ്പെട്ടു. ജയലളിതയുടെ ശവകുടീരത്തിൽ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് ശശികല രാജ്ഭവനിലെത്തിയത്. പിന്തുണ നൽകുന്ന എംഎൽഎമാരുടെ പേരുകൾ ഗവർണർക്ക് കൈമാറി. മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശം ഉന്നയിച്ചു. ശശികലയ്ക്ക് മുൻപ് ഒ പനീർശെൽവവും ഗവർണറെ കണ്ട് നിലപാട് വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് കെ മധു, എന്താണ് ഇരുവരുടെയും നീക്കങ്ങൾ ഇപ്പോൾ ഗവർണറെ കണ്ട ശേഷം? വേണു, രണ്ടുപേരും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. 5 മണിക്ക് പനീർശെൽവവും 7:30 ശശികലയും ഗവർണർ വിദ്യാസാഗർ റാവുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുവരും നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ള വാദമുഖങ്ങൾ ഗവർണറോട് ഉന്നയിച്ചു. ഇനി തീരുമാനം എടുക്കേണ്ടുന്നത് ഗവർണറാണ്. നേരത്തെ തന്നെ അണ്ണാ-DMKയിലെ ലെജിസ്ലേറ്റീവ് പാർട്ടി അംഗങ്ങൾ ഭൂരിഭാഗം പേരും കയ്യൊപ്പിട്ട കത്ത് വിദ്യാസാഗർ റാവുവിന് കൈമാറിയിരുന്നു. ആ ആവശ്യങ്ങൾ ഒരിക്കൽ കൂടി ഉന്നയിച്ചുകൊണ്ട് തനിക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ അവസരമൊരുക്കണമെന്നും സത്യപ്രതിജ്ഞയ്ക്ക് അവസരമൊരുക്കണമെന്നുമാണ് ശശികല ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ MLA-മാരുടെ ജീവൻ സുരക്ഷിതമല്ല. അവർ തനിക്കൊപ്പമുള്ളവരെ പോലും ഇപ്പോഴും ശശികല തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്, ഭീഷണിപ്പെടുത്തി ഒപ്പം നിർത്തിയിരിക്കുകയാണ്. തന്നെ നിർബന്ധിച്ച് രാജിവെപ്പിച്ചതാണ്. ആ സാഹചര്യത്തിൽ തൻ്റെ രാജി പിൻവലിക്കാൻ അനുമതി നൽകണം എന്നുള്ളതാണ് പനീർശെൽവത്തിൻ്റെ ആവശ്യം. ഭരണഘടനാപരമായും നിയമപരമായും അതിലുപരിയായി തൻ്റെ യുക്തിക്ക് നിരക്കുന്ന വിധത്തിലും എന്തു തീരുമാനം തമിഴ്നാട് ഗവർണർ വിദ്യാസാഗർ റാവു കൈക്കൊള്ളും എന്നുള്ളതാണ് ഈ നിമിഷത്തിലും എല്ലാവരും ഉറ്റുനോക്കുന്നത്. കൂടുതൽ സമയം പനീർശെൽവത്തിന് അനുവദിക്കാൻ അദ്ദേഹം തയ്യാറാകുമോ, അതോ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ഇരുവർക്കും അവസരം നൽകുമോ? ഇക്കാര്യങ്ങൾ ഇതിൽ തന്നെ ആരെ ആദ്യം വിളിക്കും, ഇത്തരം കാര്യങ്ങളിലെല്ലാം സംശയങ്ങളും സന്ദേഹങ്ങളും ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒപ്പം സുപ്രീം കോടതിയുടെ വിധി വരാനിരിക്കുമ്പോൾ, അഴിമതി കേസുമായി ബന്ധപ്പെട്ട വിധി വരാനിരിക്കുമ്പോൾ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ സമയം ഗവർണർ നീട്ടി ചോദിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം അവ്യക്തത ഇപ്പോഴും അനിശ്ചിതത്വം ഈ രാത്രിയിലും തുടരുകയാണ്. ചെന്നൈയിൽ വേണു. മധു, പനീർശെൽവം പറയുന്നു വീണ്ടും തന്നെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണമെന്ന്. ഈ കാര്യത്തിൽ ഗവർണർക്ക് എടുക്കാൻ കഴിയുന്ന നിയമപരമായ ഭരണഘടനാപരമായ നടപടി എന്താണ്? ഭരണഘടനാപരമായി ഇത്തരത്തിൽ ഒരു അവകാശം പനീർശെൽവത്തിന് ഇല്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. കാരണം കെയർടേക്കർ മുഖ്യമന്ത്രി മാത്രമാണ് പനീർശെൽവം. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിക്കത്ത് നൽകി. ആ രാജി ഗവർണർ സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് ലെജിസ്ലേറ്റീവ് പാർട്ടി അംഗങ്ങളിൽ ഭൂരിപക്ഷവും പുതിയ നേതാവിനെ തെരഞ്ഞെടുത്ത് പേര് നിർദ്ദേശിക്കുന്നത് വരെ മാത്രമേ അത്തരമൊരു കാവലാൾ മുഖ്യമന്ത്രിക്ക് അസ്തിത്വമുള്ളൂ. ആ രീതിയിൽ പനീർശെൽവത്തിൻ്റെ അവകാശവാദത്തിന് തീർച്ചയായും ഭരണഘടനാപരമായ സാധുത ഇല്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിലുപരിയായി അണ്ണാ-DMKയിലെ മഹാഭൂരിപക്ഷം അംഗങ്ങളും ശശികലയ്ക്ക് ഒപ്പം നിൽക്കുന്നു എന്നുള്ള സാഹചര്യവും പരിഗണിക്കേണ്ടതുണ്ട്. ഭരണഘടനാപരമായി അത്തരത്തിൽ പനീർശെൽവത്തിൻ്റെ ആവശ്യത്തിന് നിലനിൽപ്പില്ല. മറിച്ച് ശശികലയ്ക്കാവട്ടെ പനീർശെൽവത്തെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പുറത്താക്കാനും കഴിയും. 2/3 അംഗങ്ങളിലെ പാർലമെന്ററി പാർട്ടിയിൽ 2/3 അംഗങ്ങളുടെ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം സ്പീക്കർക്ക് അയോഗ്യരാക്കാം. ഇരട്ടയക്കം തികയ്ക്കാൻ പോലും ഇപ്പോഴത്തെ MLA-മാരെ ഒപ്പം നിർത്താൻ പനീർശെൽവത്തിന് സാധിച്ചിട്ടില്ല. ഈ 2 വാദമുഖങ്ങളിലും പദ്ബലനാണ്. എന്നാൽ അതിനപ്പുറത്ത് ഗവർണർ തമിഴ്നാട്ടിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പനീർശെൽവത്തിന് അനുകൂലമായ തീരുമാനമെടുക്കുമോ, അതോ തീരുമാനം സഭയ്ക്കുള്ളിൽ വെച്ച് നടക്കട്ടെ എന്ന് അല്പം കൂടി സമയം ചോദിച്ചു വാങ്ങുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. കാരണം സുപ്രീം കോടതിയുടെ വിധി വന്നാൽ
ശശികല അയോഗ്യയാക്കപ്പെട്ടേക്കും എന്നുള്ള ആശങ്കയുണ്ട്. അത്തരമൊരു അവസ്ഥ ഒഴിവാക്കാനും ഗവർണർക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതുകൂടി പരിഗണിച്ചുള്ള ഒരു നിലപാടായിരിക്കും ഗവർണർ കൈക്കൊള്ളുക. മധു, ശശികല ഈ പട്ടിക നൽകുകയുണ്ടായല്ലോ, അപ്പോൾ ഭൂരിപക്ഷം ഉണ്ട് എന്ന് ഗവർണറെ ബോധ്യപ്പെടുത്താൻ ശശികലയ്ക്ക് കഴിഞ്ഞു എന്ന് കരുതാമോ? ഒപ്പം ഇനിയും കാലതാമസത്തിന് ഒരു അവസരമുണ്ടാക്കാതെ നാളെ തന്നെ തീരുമാനം ഗവർണർ കൈക്കൊള്ളുമെന്ന വിവരങ്ങൾ വരുന്നു. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിയുടെ വിധി എന്താകുമെന്നതിന് മുൻപ് തന്നെ തീരുമാനമുണ്ടാകുമെന്ന് കരുതണോ? തീർച്ചയായും ഗവർണർക്ക് ഭരണഘടനാപരമായി കൈക്കൊള്ളേണ്ടുന്ന നിലപാട് അതുതന്നെയാണ്. കാരണം ഭൂരിപക്ഷം അംഗങ്ങളുടെയും പട്ടിക ഗവർണർക്ക് കൈമാറുന്നു. അവരെ ഇന്നു തന്നെ ഗവർണർക്ക് മുന്നിൽ എത്തിക്കാൻ ശശികല തയ്യാറായിരുന്നു താനും. ആ സാഹചര്യത്തിലാണ് പനീർശെൽവത്തിൻ്റെ വാദമുഖങ്ങൾ തള്ളാൻ അങ്ങനെയാണെങ്കിൽ ഗവർണർ തീരുമാനമെടുക്കുന്നത്. വേണു. മധുവാണ് വിവരങ്ങൾ നൽകിയത്. പനീർശെൽവവും ശശികലയും സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഗവർണറുടെ മുൻപാകെ ഉന്നയിച്ചു. ഗവർണർ ഈ വിഷയത്തിൽ നാളെ തീരുമാനമെടുക്കുമെന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. തമിഴകം ആരു വാഴുമെന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ചെന്നൈ റെസിഡന്റ് എഡിറ്റർ അരുൺ റാം, മദ്രാസ് സർവകലാശാലയിലെ മലയാള വിഭാഗം മുൻ മേധാവി ഡോക്ടർ CG രാജേന്ദ്ര ബാബു എന്നിവർ ചെന്നൈയിൽ നിന്ന് തത്സമയം ചേരുന്നു. കോൺഗ്രസ് നേതാവ് M ലിജു, BJP നേതാവ് ജോർജ് കുര്യൻ, AIDMK കേന്ദ്ര കമ്മിറ്റി അംഗം MA മസൂദ് എന്നിവരും ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. അതിഥികളിലേക്ക് പോകും മുൻപ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.